ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ലോട്ടറി ടിക്കറ്റിൽ കാശ് വാങ്ങിക്കാൻ പോവാണ്. അപ്പം തൃപ്രയാറുണ്ട്, പെരിങ്ങോട്ടറി ഉണ്ട്. പക്ഷെ നമ്മൾ തൃപ്രയാർക്കാണ് പോണത്. അപ്പോൾ എന്തൊക്കെയാണ് പരിപാടികൾ എന്നൊക്കെ വരും, നോക്കട്ടെ. ശരിട്ടമ്മ, ബൈ. യെസ്, അങ്ങനെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ഓണത്തിനെടുത്ത ലോട്ടറി ക്യാഷ് വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് നമ്മൾ പെരിങ്ങോട്ടറി പോയിട്ടൊന്ന് ജുവലൊക്കെ അടിച്ചിട്ടാണ് തൃപ്രയാർ പോകണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, പെരിങ്ങോട്ടറി ഉണ്ട്, തൃപ്രയാറും ഉണ്ട്. അപ്പോൾ നമ്മൾ തൃപ്രയാർ ലോട്ടറിയുടെ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് ക്യാഷ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് കേട്ടോ, എൻ്റെ കാണാൻ എന്താവുന്നുള്ളത്. അവിടെ എത്തിയിട്ടുണ്ടല്ലോ. ഞാൻ 3 ലോട്ടറി ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ 2 ലോട്ടറി അടിച്ചില്ല, 1 ലോട്ടറി അടിച്ചു. അങ്ങനെയാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഈ അടിക്കാത്ത 2 ലോട്ടറിയാണ് ഗൈസ് ഞാൻ എൻ്റെ പേഴ്സിൽ വെച്ചത്. മാറിപ്പോയതാണ് കേട്ടോ വന്നെടുത്തപ്പോൾ. എന്നിട്ട് ഞാൻ വീണ്ടും പോയി, അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് വന്ന് വീണ്ടും അവിടെ കൊടുത്തപ്പോഴുണ്ടല്ലോ, എന്താ പറഞ്ഞത്, അവർക്ക് ഇന്ന് കളക്ഷൻസൊക്കെ അവർ കൊണ്ടുപോയി. ഇനി നാളെ രാവിലെ വരാൻ വേണ്ടത്. 3ാമത്തെ പ്രാവശ്യമായിട്ടോ ഞാൻ വരുന്നത്. ഓണത്തിന് മുന്നേ അത് പിന്നെ ചേട്ടനോട് എടുത്ത് വയ്ക്കാൻ പറഞ്ഞാണ് കേട്ടോ. പക്ഷേ പിന്നെ ചേട്ടൻ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വിട്ടുപോയി. ഇന്നാണ് നമ്മളത് വാങ്ങിക്കാൻ കറക്റ്റായിട്ട് പോകണം. എല്ലാവരും കൂടെ ഇറങ്ങി പോയത് കേട്ടോ. പക്ഷെ ഒന്നും നടന്നില്ല ഗൈസ്. ഇനി നാളെ വീണ്ടും പോകണം. പിന്നെ ഞാൻ വേറെ 2-3 സംഭവങ്ങൾ പർച്ചേസ് ചെയ്യാനൊക്കെ വേണം, ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. ഇത് നടക്കാത്തതുകൊണ്ട് ആകെ മൂഡ് പോയി കേട്ടോ. ഒരു ഭയങ്കര ചില്ലിങ് ഒക്കെ ആയിട്ട് ലോട്ടറിക്ക് പോകുന്നു, ലോട്ടറിയുടെ ടിക്കറ്റ് കൊടുക്കുന്നു, വാങ്ങിക്കുന്നു, അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. പക്ഷേ ഒന്നും നടന്നില്ല. അതുകൊണ്ട് പർച്ചേസിങ്ങും ഒന്നും നടന്നില്ല കേട്ടോ. എനിക്ക് 2 ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ 2 വീട്ടിലേക്ക് വാങ്ങിക്കാണ്ടെന്ന് 2 അപ്പോൾ അത് നാളെ ഇനി രാവിലെ തന്നെ ഞാൻ പോയിട്ട് വാങ്ങിക്കാനുള്ള പ്ലാനാണ് കേട്ടോ. 5000 രൂപയാണെങ്കിലും എൻ്റെ ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ എനിക്ക് ലോട്ടറി അടിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്തായാലും. ഇത് നമ്മൾ വയമാളിൻ്റെ തൊട്ട് ഇപ്പുറത്തെ ബിൽഡിങ്ങിലുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. കേരള സംസ്ഥാന ബാങ്കുകളുടെ ഒരു കുഞ്ഞി ഷോപ്പാണ്. അപ്പോൾ അവർ ഡെയിലി കളക്ഷൻസൊക്കെ വൈകുന്നേരം കൊണ്ടുപോകും തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഞങ്ങൾ എത്തിയപ്പോൾ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗൈസ്, നാളെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഞാൻ ഇരിക്കുകയാണ്.